ഐ മീൻ അത് അപ്പാർട്ട് ഫ്രം ആങ്കറിങ് പിന്നെ ആക്ടിങ്, ഇത് അല്ലാതെ എന്നെ ഇഷ്ടമുണ്ടോ? ഡിറക്ഷൻ എനിക്ക് താല്പര്യമുള്ള മേഖലയാണ്. ഇത്രയും നേരം മിണ്ടാതിരുന്നു. ഞാൻ ചോദിക്കാൻ നോക്കിയിരുന്നു ചേച്ചി എനിക്ക് ഡയറക്ടർ ഇഷ്ടമാണെന്ന് പറയണ്ടേ. പക്ഷെ എനിക്ക് ഒബ്വിയസ്ലി ഈ സിനിമ അല്ലെങ്കിൽ ഈ ഒരു മീഡിയ എന്നുള്ളൊരു മേഖലയിലേക്ക് വന്നതിന് ശേഷം താല്പര്യം വന്നതാണ് ഡിറക്ഷൻ. അത് ഇവിടെ വന്ന് ഇങ്ങനെ ഓരോ ഷോ, ഇപ്പോൾ ഈ ഷോ ആണെങ്കിലും എല്ലാ ഷോയും ചെയ്യുന്നത് കാണുമ്പോൾ നമുക്ക് ഓക്കെ, അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ രസമുണ്ട്. നമ്മൾ തന്നെ ഒരു ഷോ പ്രൊഡ്യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു ആഡാണ് ഞാൻ കൂടുതലും ഡയറക്ട് ചെയ്തിട്ടുള്ളത്, സംഭവങ്ങൾ. ഓക്കെ, അപ്പോൾ അത് ചെയ്യുമ്പോൾ നമുക്ക് അതിന്റെ ഔട്ട് കാണുമ്പോൾ അതിലെ ഒരു സന്തോഷം കണ്ടുപിടിച്ച് തുടങ്ങി ഇപ്പോൾ. ഓക്കെ, അപ്പൊ എനിക്ക് തോന്നുന്നു ആക്ടിങ്ങിനെക്കാട്ടിലും സാറ്റിസ്ഫാക്ഷൻ ഡയറക്ഷനിലാണ്. സാറ്റിസ്ഫാക്ഷൻ അല്ല, ഇൻട്രസ്റ്റ് ഉള്ളത് അല്ലെങ്കിൽ അതെ ഈ മേഖലയിൽ തന്നെ അപ്പാർട്ട് ഫ്രം ആക്ടിങ് ഏതിനോടാണ് താല്പര്യം? ആക്ടിങ് ആണ്. അതിപ്പോ ആങ്കറിങ് ആണെങ്കിൽ എനിക്ക് ആങ്കറിങ് ഇഷ്ടം, ആക്ടിങ് ആണ്. പിന്നെ ഡിറക്ഷൻ അതിപ്പോ ഇഷ്ടപ്പെട്ട് ഇൻട്രസ്റ്റഡ് ആയിട്ട് കണ്ടുപിടിച്ചു. ഭാവിയിൽ ഞങ്ങൾക്ക് വലിയ വലിയ ഫിലിംസ് ഒക്കെ പ്രതീക്ഷിക്കാം ഇൻ ബിഗ് സ്ക്രീൻ. നമുക്ക് അങ്ങനെ വിധിച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണെങ്കിലും നമുക്കത് വരും. അതെ, നിങ്ങൾക്ക് അങ്ങനെ ആണല്ലോ. നിങ്ങൾ ആഗ്രഹിക്കുന്നത് സ്ലോലി ഒരു വെള്ളത്തിൽ ഇങ്ങനെ ഒഴുകി പോകുന്ന പോലെ നമ്മളെ കൊണ്ട് ആ ഒരു കരയിൽ എത്തിക്കുകയാണ് നിങ്ങളുടെ ലൈഫിൽ. സോ ഫാർ ഞാൻ കേട്ടെടുത്തോളും. അതേപോലെ നിങ്ങളുടെ പുതിയ പ്രോജക്ട്സ് ഏതൊക്കെയാ? പുതിയ പ്രോജക്ട്സ് എന്റെ 2-3 ചിത്രങ്ങള് റിലീസിനായിട്ട് ഇങ്ങനെ ഒരുങ്ങി നിൽക്കുന്നു. ഒന്ന് മധുരം ജീവാമൃത ബിന്ദു, ഒരു ആങ്തോളജി. പിന്നെ ധ്യാൻ ശ്രീനിവാസൻ, അപർണ ദാസൊക്കെയുള്ള ഹാപ്പി മാരിഡ് ലൈഫ് എന്നാണ് ഇപ്പം ഇട്ടിരിക്കുന്ന പേര്. ടൈറ്റിൽ അനൗൺസ് ചെയ്തിട്ടില്ല. പിന്നെ അജു വർഗീസ്, ജാഫർ ഇടുക്കി, അവരുടെ ഒരു അമൂസ് അലക്സാണ്ടർ എന്നൊരു മൂവി, വേറെയും കുറച്ച് പടങ്ങളൊക്കെ ഉണ്ട്. വെരി ഗുഡ്, പോകുന്നു. അപ്പൊ ഇതൊക്കെ ഞങ്ങൾ ഹിറ്റാക്കി കൊടുക്കും അല്ലേ? ഞങ്ങള് പ്രേക്ഷകര് അല്ലെ, നമ്മൾ കൂടെ നിൽക്കും. Let's cook with love.